കേരളത്തിൽ തൂക്ക് മന്ത്രിസഭ വരുമെന്നും NDA ഒരു ശക്തി കേന്ദ്രമാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ശരിക്കും കേരളത്തിൽ തൂക്ക് മന്ത്രിസഭ വരുമോ? കേരളത്തിൽ തൂക്ക് മന്ത്രിസഭ വരുവാനുള്ള യാതൊരുവിധ സാധ്യതകളും നിലവിൽ ഇപ്പോൾ കാണുന്നില്ല. ഇവിടെ ശക്തമായ രണ്ട് ശക്തികളെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ് ഇവിടെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ പറയുന്ന BJPക്ക് NDA സഖ്യത്തോടു കൂടി കേരളത്തിൽ നല്ല ഒരു ചാൻസ് ഉള്ള ഒരു മത്സരമാണ് ഇത്തവണ നടന്നിരുന്നത്. കാരണം ഭയങ്കര ചാൻസ് ആയിരുന്നു, ഹെവി ചാൻസ്. നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും കുറഞ്ഞതൊരു 2 അല്ലെങ്കിൽ 3 സീറ്റ് ഇതെല്ലാം തന്നെ ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ്. നമുക്കറിയാം ഇതിനു മുൻപ് എന്താണ് തിരുവനന്തപുരത്തെ ഒരവസ്ഥ എന്നുള്ളത് നമുക്കറിയാം. O രാജഗോപാൽ 2016 തിരുവനന്തപുരത്ത് നിയമത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. ആ അക്കൗണ്ടിനെ നിലനിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് ഒരേ ഒരു MLA, അത് ആദ്യത്തെ MLA എന്ന് തന്നെ പറയാം, കേരളത്തിലെ ആദ്യ MLA എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അത് നിലനിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ആ അക്കൗണ്ട് V ശിവൻകുട്ടി പൂട്ടിച്ചു. 2021 നമുക്കറിയാവുന്നതാണ്, പൂട്ടിച്ചു. ഈ തിരഞ്ഞെടുപ്പിൽ അവരുടെ പ്രധാന ഒരു അജണ്ട എന്ന് പറയുന്നത് തന്നെ BJPയുടെ ഉണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിച്ചു. അപ്പോഴും തൃശ്ശൂര് അവരൊരു അക്കൗണ്ട് തുറന്നിട്ടിരുന്നു സുരേഷ് ഗോപിയിലൂടെ. അതൊരു മാസീവായിട്ടുള്ള ഒരു, അത് ഒരുപാട് ആരോപണങ്ങൾ അതിന്റെ കാര്യവും ഏകദേശം പൂട്ടിക്കെട്ടാനുള്ള ഒരു ഒരുക്കത്തിൽ നിൽക്കുകയാണ്. കാരണം നമുക്കറിയാം പൂരം കലക്കോട്ട് തൃശ്ശൂരുകാരുടെ വികാരങ്ങളെ എല്ലാം തന്നെ കടന്നാക്രമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്കാണ് അവിടെ പൊക്കോണ്ടിരിക്കുന്നത്. അവിടെയും ഇപ്പൊ ഈ നമ്മുടെ പിണറായി സർക്കാരിന്റെ കാര്യം പറഞ്ഞാൽ ഒരു മാടമ്പി തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. കുറെ വീഡിയോകൾ വരുന്നതും കുറെ പ്രശ്നങ്ങൾ വരുന്നതും തൃശ്ശൂരുകാർക്ക് അബദ്ധം പറ്റി എന്നുള്ള രീതിയിൽ തൃശ്ശൂരുകാർ പറയുന്നത് വരേക്കും നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ 1 വർഷം മുമ്പ് വരേക്കും ഇവിടുത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനായിരുന്നു. അദ്ദേഹത്തെ വിട്ട് എങ്ങനെ ഈ രാജീവ് ചന്ദ്രശേഖർ നേതൃസ്ഥാനത്തേക്ക് വന്നു എന്നുള്ളത് ഇവിടെ ചർച്ചയാകേണ്ട ഒരു വിഷയമാണ്. ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യം പറയുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഓണർ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കോർപ്പറേറ്റ് പണം, മണി പവർ, അതാണ് മസിൽ പവറായി കണ്ടുകൊണ്ട് ഇയാളെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിലേക്ക് കൊണ്ടുവച്ചത്. അയാളെ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിലേക്ക് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഒരു ബേസ് ഉള്ളതെന്ന് വെച്ചാൽ രാജ്യസഭ MP ആയിരുന്നു, കേന്ദ്രമന്ത്രി ആയിരുന്നു. അത് ആണ് ഒരു പൊളിറ്റിക്സ്. അതായത് സെൻട്രൽ ഒരു ഗവൺമെന്റുമായിട്ടുള്ള ഒരു അലയൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്. ആ ഒരു ബന്ധമാണ് കേരളത്തിന്റെ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരന് ഇയാളുടെ ചില പ്രസ്താവനകളുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ചില പ്രസ്താവനകളുണ്ട്. അതിൽ വളരെ രസകരവും തമാശയുണ്ടാക്കിയതുമായ ഒരു പ്രസ്താവന ആഷിക്കാൻ അറിയായിരിക്കുമല്ലോ. തീർച്ചയായും അതൊന്ന് പറയൂ, കേൾക്കട്ടെ. അതായത് കേരളത്തിൽ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നു, അതുകൊണ്ട് കേരളത്തിലെ ശിശുമരണ നിരക്ക് കുറയുന്നു. സ്വാഭാവികമായി ഇത് കേട്ടപ്പോൾ എനിക്ക് വന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇവിടുത്തെ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നത് കാരണമാണോ ഇവിടുത്തെ ശിശുമരണം കുറയുന്നത്? അതെന്താ, ഇവിടുത്തെ യുവാക്കളെല്ലാവരും നാട് മുഴുവൻ നടന്ന് പെണ്ണ് പിടിച്ചു നടക്കുന്നവരാണോ? അതുകൊണ്ടാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ യുവാക്കൾ പോയത് കൊണ്ട് ഇവിടെ മറ്റുള്ള രീതിയിലുള്ള ബന്ധങ്ങളൊന്നും നടക്കുന്നില്ല. ശിശുക്കൾ ഉണ്ടായാലല്ലേ ശിശുമരണം ഉണ്ടാവുകയുള്ളൂ. പൊട്ടനാണോ എന്ന് പലപ്പോഴും ചിന്തിക്കാം. ഇത്തരം ലോജിക്കില്ലായ്മ പറയുന്നത് കോട്ട് സ്യൂട്ട് വിട്ട ഒരു പൊട്ടൻ, അങ്ങനെ വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം, കോട്ട് സ്യൂട്ട് വിട്ട ഒരു പൊട്ടൻ. ഇവിടെ നമുക്കറിയാം വിഴിഞ്ഞം പദ്ധതി നടക്കുമ്പോഴേക്ക് ക്ഷണിക്കാത്ത വേദിയിൽ കയറി ഞെളിഞ്ഞിരിക്കുകയാണ്. പണ്ട് കുമ്മനം രാജശേഖരൻ ഇവിടുത്തെ മെട്രോ ഉദ്ഘാടനത്തിന് ഒന്ന് ട്രെയിനിൽ കയറി ഒപ്പം ഇരുന്നതിന്റെ കുമ്മനടി പ്രയോഗം വന്നത് നമുക്കറിയാം. ആ സമയത്ത് ചന്ദ്രനടി എന്നുള്ള ഒരു പ്രയോഗം വന്നിരുന്നു. അതെ, കുമ്മനടി പ്രയോഗം വന്നതുപോലെ തന്നെ ഈ പറയുന്ന ക്ഷണിക്കാത്ത എവിടെയും വലിഞ്ഞു കയറിച്ചില്ല. പിന്നെ ഹൈവേ വിവാദം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം കേന്ദ്ര മന്ത്രിസഭ കൊണ്ടുവന്ന ഒരു പദ്ധതിയിൽ കേരള അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്നതിലൊന്നും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഇവിടെ കുറച്ച് വിഷയങ്ങൾ ഇവിടെ ശക്തമായി തന്നെ ഈ പറയുന്ന പാർട്ടിയുടെ വിജയത്തെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ പറയുന്ന പാലക്കാട്ടെ നോട്ട് വിവാദം, ശോഭാ സുരേന്ദ്രന്റെ നോട്ട് വിവാദം. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയെ വേട്ടയാടാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതിന്റെ വിഷ്വലുകളെല്ലാം പുറത്തു വന്നു. പക്ഷേ അത് വീഡിയോസ് ആണെന്ന് ശോഭാ സുരേന്ദ്രൻ നിഷേധിച്ചു. അത് മാത്രമല്ല, ആ സ്ത്രീ യഥാർത്ഥത്തിലുള്ളതല്ല, അതെന്റെ നിഴല് മാത്രമാണെന്ന് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. വന്നതുകൊണ്ട് എല്ലാം എടുത്ത് എയുടെ തലയിലൊന്നും ഇടാൻ പറ്റത്തില്ല. എന്റെ പൊന്നു ശോഭ ചേച്ചിയുടെ ആസ്തി വിവര കണക്ക് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഇവിടുത്തെ പ്രബുദ്ധ മലയാളികൾ ശോഭ ചേച്ചിയുടെ ആസ്തി വിവര കണക്ക് കണ്ടതാണ്. 1.64 കോടി, 1.64 കോടിയാണ് ശോഭാ സുരേന്ദ്രൻ നിങ്ങളുടെ ആസ്തി. ഒരു മിനിറ്റ് ആഷിക്കുക. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഓട്ടോ ഓടിച്ചു നടന്നിരുന്ന സുരേന്ദ്രന്റെ ഭാര്യ ശോഭയ്ക്ക് 1,64,00,000 രൂപ എങ്ങനെ ആസ്തി ഉണ്ടായെന്ന് ഇവിടുത്തെ പൊതുജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതിന് സാധിക്കുമോ? നെവർ, സാധിക്കില്ല.
ഇവിടെ ആഷിക്ക് നമ്മള് അത്യാവശ്യം വിദ്യാഭ്യാസം നേടി ജോലി ചെയ്യുന്നവരാണ്. ആഷിക്കിന്റെ ബാങ്ക് ആസ്തി എത്രയാണ്? വട്ടപൂജ എന്ന് പറയേണ്ടി വരും. ഒരു മാസം ചെലവ് കഴിഞ്ഞിട്ട് വട്ടപൂജ, അടുത്ത സാലറി കിട്ടണം, അടുത്ത ചെലവ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ EMI, ലോണുകൾ, ഭക്ഷണം, വസ്ത്രം, പെട്രോള്, സേവിങ്സ് ഇല്ല. ഇവിടെ ഓട്ടോ ഓടിച്ചാടുന്ന സുരേന്ദ്രന്റെ ഭാര്യ ശോഭയ്ക്ക് 1,64,00,000 രൂപയുടെ ആസ്തി. അവിടെ മത്സരിക്കുന്ന ഈ പറയുന്ന നമ്മുടെ രമേശ് പിഷാരടി സിനിമാ നടനാണ്, ഒരു ആക്ടറാണ്, ഫേമസ് ആക്ടറാണ്. LDF സ്ഥാനാർത്ഥി ബിസിനസ്മാൻ ആണ്. ശോഭ സുരേന്ദ്രൻ ഒരു ഓട്ടോ ഡ്രൈവറുടെ ഭാര്യയാണ്. ചേട്ടാ, ഓട്ടോ ഡ്രൈവറുടെ ഭാര്യ മാത്രമാണെന്ന് പറയരുത്. ശോഭ സുരേന്ദ്രൻ ഇതിനു മുമ്പ് നിയമസഭ മത്സര രംഗത്തുള്ളതാണ്. സജീവ പ്രവർത്തകയാണ്. ആഷ്ട്രിക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്താണ്? രാഷ്ട്ര നിർമ്മിതിക്കായി തന്നെ ഒഴിഞ്ഞു വെച്ചിറങ്ങുന്ന പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ. ഇവിടെ ഈ പറയുന്ന ഒരു ശോഭ സുരേന്ദ്രനെ മാത്രമായിട്ട് കുറ്റം പറയുമല്ല. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ആസ്തി അന്വേഷിക്കണം, ഇവിടുത്തെ മന്ത്രിമാരുടെ ആസ്തി അന്വേഷിക്കണം, ഇവിടുത്തെ MLA-മാരുടെ ആസ്തി അന്വേഷിക്കണം, ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരുടെ ആസ്തി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരാളും തന്നെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണ് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നിട്ടില്ല. വന്നതിന് ശേഷം ഉണ്ടാക്കിയവരാണ്. LDF-ന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലരും ചെത്തുതൊഴിലാളി മേഖലയിൽ നിന്നും അതുപോലെ തന്നെ ചുമട്ടുതൊഴിലാളി മേഖലകളിൽ നിന്നും പടിപടിയായി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്ന് നേതാക്കളായി മാറിയിട്ടുള്ളവരുണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ളവർ ഇന്നത്തെ ആസ്തി കോടികളാണ്. വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന വാഹനങ്ങൾ കോടികൾ വിലയുള്ളതാണ്, ഉടുക്കുന്ന വസ്ത്രങ്ങൾ കോടികൾ വിലയുള്ളതാണ്, മക്കളെ പഠിപ്പിക്കുന്നത് വിദേശത്ത്, ചികിത്സ തേടി പോകുന്നത് വിദേശത്തേക്ക്. ജനങ്ങളുടെ പണം പിഴിഞ്ഞ് അഴിമതിയും അനീതിയും കാണിച്ച് നേടി വരുന്നു. ഇവിടെ BJP-യിലേക്ക് വരുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മി എന്ന് പറഞ്ഞതുപോലെ ഇടതിനെയും വലതിനെയും മടുത്തു, കേന്ദ്രത്തെ ഒന്ന് പരീക്ഷിക്കാമെന്നുള്ള ചിന്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കൊണ്ട് കളഞ്ഞു വെച്ചു. ഒരു 2-3 പ്രശ്നങ്ങളാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ നേരിടാൻ പോകുന്നത്. ഈ പറയുന്ന കെ സുരേന്ദ്രൻ പക്ഷം ഇത്തവണ കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും BJP-ക്ക് ഇവിടെ കേരളത്തിൽ നേടാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ വേട്ട നായ്ക്കളെ പോലെ രാജീവ് ചന്ദ്രശേഖരനെ കെ സുരേന്ദ്രൻ പക്ഷം കടന്നാക്രമിക്കുന്നുള്ള 100% ഉറപ്പാണ്. ഷോൺ ജോർജിന് പാലയിൽ സാധ്യതയുണ്ടായിരുന്നു. ആ സാധ്യതയെ ഈ പറയുന്ന സഭാവിരുദ്ധ പ്രസ്താവന കൊണ്ട് ആ ഉണ്ടായിരുന്ന സാധ്യതയെ കൂടി തള്ളിക്കളഞ്ഞു, നശിപ്പിച്ചു. ഷോൺ ജോർജ് മാത്രമല്ല, PC ജോർജും. PC ജോർജ് പറയുമ്പോ PC ജോർജിന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് നിൽക്കുന്ന മണ്ഡലവേദന നോക്കണം. പൂഞ്ഞാറോക്കെ, ഇരറ്റുപേട്ടയുടെ കീഴിൽ വരുന്ന പൂഞ്ഞാറോക്കെ, അത് മുസ്ലിം വിഭാഗത്തിന് ശക്തമായ വേരോട്ടമുള്ള ഒരു മേഖലയാണ്. അവിടെ NDA എന്താണെങ്കിലും ജയിക്കില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം ഉറപ്പുണ്ടോ? തീർച്ചയായും ചേട്ടാ. അതായത് 3 പതിറ്റാണ്ട് ഞാൻ പറയട്ടെ ആഷിക്കെ, ഇവിടെ എപ്പോൾ നിന്നാലും ജയിക്കുമെന്നുള്ള ഒരു വ്യക്തിയായിരുന്നു PC ജോർജ് പൂഞ്ഞാറിൽ. പൂഞ്ഞാർ ആശാൻ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ, അതായിരുന്നു PC ജോർജിന്റെ ക്യാപ്ഷൻ. ഈരാറ്റുപേട്ട കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന തീക്കോയി മേഖലയിലേക്ക് കടക്കുമ്പോൾ അവിടെ PC ജോർജും അണികളും കൂടി നടന്നു വരുന്ന ഒരു വലിയ പോസ്റ്റർ, മാനം മുട്ട് വരമുള്ള ഒരു പോസ്റ്റർ. ആ പോസ്റ്ററിന്റെ ക്യാപ്ഷൻ ഇതായിരുന്നു, ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ. PC ജോർജ് നടന്നു വരുന്നു. യെസ്, ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്ന് പറയുന്നിടത്ത് നിന്ന് പോളാവൃത്തിയായിട്ടവന്മാരെ നീയൊന്നും വോട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് മറ്റേതാണെന്നും പറഞ്ഞിട്ട് വേദിയിൽ നിന്ന് PC ജോർജ് അങ്ങ് മത്സരിച്ചു. അഹങ്കാരം തലയ്ക്ക് മുറ്റി നിൽക്കുന്നു. ഞാൻ ഇവിടെ നിന്നാൽ ഞാൻ ജയിക്കുമെന്നുള്ള അഹങ്കാരം വലിച്ചെടുത്ത് നിലത്തേക്കിട്ടു. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ജയിക്കുകയാണ് ആദ്യമായി. LDF-ന്റെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഈരാറ്റുപേട്ടയുടെ മണ്ണിൽ ചെങ്കൊടി പാറിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അവിടെ വീണുപോയത് 3 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ പാരമ്പര്യമാണ്. PC ജോർജ് എന്ന് പറയുന്ന പൂഞ്ഞാറാശാൻ നിലം തല്ലി വീഴുകയാണ്. ഇനിയൊരു എഴുന്നേൽപ്പില്ലാതെ അവിടെ നിന്നുകൊണ്ട് അയാൾ UDF-ന്റെ ഒപ്പം നിന്നുകൊണ്ട് മത്സരിച്ചിരുന്നുവെങ്കിൽ കയ്യടികൾ വീഴേണ്ട സ്ഥാനത്ത് എന്നും ഈ പറയുന്ന കോൺഗ്രസ് ശത്രുസ്ഥാനത്ത് നിർത്തിയിരുന്ന, ഈ പറയുന്ന ഇടതുപക്ഷം ശത്രുസ്ഥാനത്ത് നിർത്തിയിരുന്ന BJP-യുടെ സഖ്യകക്ഷിയായുള്ള NDA-യുടെ കൈയും കോർത്ത് ഒരു 2ാം അംഗത്തിന് PC ജോർജും മകൻ ഷോൺ ജോർജും ഇറങ്ങുമ്പോൾ, ഇടതിനും വലതിനും മാറി മാറി ഭരിച്ചു മടുത്ത പാലായുടെ മണ്ണിലേക്ക് ഷോൺ ജോർജ് വരുമ്പോൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ടായിരുന്നു. പാല ക്രിസ്ത്യാനിറ്റിയുടെ മണ്ണാണ്, ക്രിസ്തീയ മണ്ണാണ് പാല. പാലാപ്പള്ളിയുടെ കുരിശുപള്ളിക്ക് മുകളിൽ, പാലായുടെ അഭിമാന സ്തംഭമായ കുരിശുപള്ളിക്ക് മുകളിൽ NDA-യുടെ കൊടി ക്രെയിനിൽ പൊങ്ങി പാറിപ്പറക്കുമ്പോൾ പാലായിലെ ക്രിസ്ത്യാനികൾ പറഞ്ഞിരുന്നു, നിങ്ങൾ കാണൂ, ഞങ്ങളുടെ അഭിമാനത്തിന് മേലെയാണ് ആ കൊടി പാറിപ്പറക്കുന്നത്. അടിമകളാകുവാൻ പാലായിലെ ജനങ്ങൾക്ക് സാധിക്കില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിച്ചു നിലത്തേക്കിട്ടാൽ ഒന്നും പറയാൻ പറ്റില്ല. ഇനി പാലക്കാട്ടേക്ക് വന്നാൽ നോട്ട് വിവാദം, അണികൾ കയറി ഈ പറയുന്ന രമേശ് പിഷാരടിയെ തടയുന്നു.
ഉണ്ടായിരുന്ന സാധ്യത കൂടെ പോയി. അക്രമ രാഷ്ട്രീയത്തിന്റെ പാത. അവിടെ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ശാന്തരായി ഇരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെയും കമ്മ്യൂണിസ്റ്റും കൊണ്ട് പണി കൊടുത്തു. കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിൽ പണിവെച്ചു. ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ, ഈ പറയുന്ന ഫണ്ട് വെട്ടിപ്പ്, അതിനിടയ്ക്ക് സന്ദീപ് വാര്യരെ തടയുന്നു, ആക്രമിക്കുന്നു കോളേജിൽ വെച്ച്. ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഇവിടേക്ക് ഒരു യുഡിഎഫുകാരൻ കടന്നു വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് SFIയുടെ കുട്ടി നേതാക്കൾ, SFI ഗുണ്ടായിസം കാണിക്കുന്ന SFIയും ഗുണ്ടായിസം കാണിക്കുന്ന DYFIയും, അതിനിടയിൽ അവർക്കെല്ലാം വളം വെച്ച് കൊടുക്കുന്ന നേതാക്കളും കൂടി ഇവിടുത്തെ LDF പ്രസ്ഥാനത്തെ വലിച്ചു നിലത്തിടുമ്പോൾ പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ പറയുന്ന NDAക്കാണ്. ഇവിടെ നമുക്കറിയാം കെ സുരേന്ദ്ര വിഭാഗത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊടുത്തത്. കെ സുരേന്ദ്ര വിഭാഗത്തിന്റെ കടന്നാക്രമണങ്ങളെ അതിജീവിക്കുവാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കോർപ്പറേറ്റിന് സാധിക്കാതെ വരുമ്പോൾ ഇതാ BJPക്കുള്ളിൽ തന്നെ എതിർപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട്, പടലപ്പിണക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, കിഴക്കമ്പല തുതിച്ചു വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ NDAയുടെ പ്രധാന മുന്നണിയാക്കി നിർത്തിക്കൊണ്ട് സാബു എം ജേക്കബിനെ കോർപ്പറേറ്റ് ആണ്. കർണാടകയിൽ നിന്നും സാബു എം ജേക്കബ് കേരളത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് വരുന്നത് 2020 എന്ന പേരിൽ. കിഴക്കമ്പലത്ത് 2020 ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. 2 രൂപയ്ക്ക് അവർക്ക് പാല് കിട്ടും. ശരി, കിഴക്കമ്പലം മോഡൽ നിന്ന് കേരളത്തിൽ അറിയപ്പെടുകയും ചെയ്തു. കിഴക്കമ്പലം മോഡൽ എന്ന് പറയുന്ന ആ ഒരു ഇമ്പാക്റ്റിനെ കേരളത്തിൽ ഉടനീളം കൊണ്ടുവരുവാനായി NDAയുമായി കൈകോർക്കുകയാണ്. NDA സഖ്യം BJPയുടെ മുഖ്യ സഖ്യകക്ഷിയായിട്ടുള്ള NDAയുമായി കൈകോർക്കുമ്പോൾ കഴിവുള്ള BJP പ്രവർത്തകരെ പുറംതള്ളി പലയിടത്തും 2020 അവസരങ്ങൾ കൊടുക്കുക. നമുക്കറിയാം എവിടെയൊക്കെയാണെന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം വിജയസാധ്യത ഉണ്ടായിരുന്ന തൃപ്പൂണിത്തുറയിലേക്ക് ഇതാ NDA 2020യുമായി കൈകോർക്കുന്നു. അവിടെ നൂലിൽ കെട്ടി ഇറക്കുകയാണ് അഞ്ജലി നായർ, ചിഹ്നം ചക്ക. വാ തുറന്നാൽ മണ്ടത്തരം മാത്രം പറയുന്ന ഒരു സ്ഥാനാർത്ഥി. ഇതാ അടുത്തതായി നമ്മുടെ നോട്ടം പോവുകയാണെന്നുണ്ടെങ്കിൽ ദാ കിടക്കുന്നു നമ്മുടെ തൃക്കാക്കരയിൽ ഉമാ തോമസിനെതിരെ അഖിൽമാരാരെ നിർത്തുന്നു. ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് വന്നതല്ലാതെ എന്ത് രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടെന്ന് ചിന്തിക്കണം. ഒരു കാലത്ത് ഈ പറയുന്ന കൊട്ടാരക്കരയിൽ UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള പേര് ഉയർന്നു കേട്ടിരുന്ന അഖിൽമാരാരെ NDAയിലേക്ക് കൊണ്ടുവന്ന് ഈ പറയുന്ന തൃക്കാക്കര കെട്ടിയിറക്കുമ്പോൾ അവിടെയും നമ്മൾ കണ്ടതാണ് എന്തൊക്കെ ആഭാസ തരങ്ങളാണ് കാണിച്ചു കൂട്ടുക എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. റോബിൻ രാധാകൃഷ്ണൻ അലറിച്ച കൊണ്ടൊന്നും വോട്ട് വീഴില്ല എന്റെ പൊന്നു ഡോക്ടറെ എന്ന് ജനങ്ങൾ തന്നെ പറയുന്നു. കുണ്ടറയിൽ PC വിഷ്ണുനാഥിന്റെ ഇമ്പാക്ട് ആഞ്ഞടിക്കുന്ന കുണ്ടറയുടെ മണ്ണിലേക്ക് റോബിൻ രാധാകൃഷ്ണനെ കൊണ്ട് നിർത്തുന്നു. നിലടം തൊടാതെ പൊട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ ജയസാധ്യത ഉണ്ടായിരുന്ന മണ്ഡലങ്ങൾ എല്ലാം കൈവിട്ട് ഞാൻ എന്താ വലിയ സംഭവമാണ്, ഐ ആം ദ അൾട്ടിമേറ്റ്, ഐ ആം ദ എംപറർ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കോർപ്പറേറ്റ് ഭീമൻ മാത്രമാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മനസ്സിലായോ? എന്റെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. കേരളത്തിൽ മുഴുവൻ NDAയുടെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖറിന്റെ ശബ്ദം അലയടിക്കുമ്പോൾ മറുഭാഗത്ത് കേരളത്തിന്റെ അങ്ങേയറ്റത്ത് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ സൈലന്റ് ആയിട്ടിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? ഒരു പക്ഷേ ഈ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഉയരാൻ പോകുന്ന ഒരു ശബ്ദമായി മാറുമോ കെ സുരേന്ദ്രൻ? എന്തെങ്കിലും ഒരു കാരണവശാൽ 2ാം സ്ഥാനത്തേക്ക്, എന്തായാലും 1ാം സ്ഥാനത്തേക്ക് ഒരിടത്തും തന്നെ ഈ പറയുന്ന BJP വരില്ല എന്നുള്ളത് നമുക്ക് വ്യക്തതയുള്ള കാര്യമാണ്. വർഗീയതയെന്നും അടിച്ച് പുറത്താക്കി ശീലിച്ചിട്ടുള്ള മണ്ണാണ് കേരളത്തിന്റെ മണ്ണ്. അവിടെ ഒരിക്കലും ഈ പറയുന്ന BJP പോലെ NDA പോലെ ഒരു വർഗീയ ശക്തി വളർന്നു വരുവാനായി കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല. എങ്കിലും അബദ്ധം പറ്റിയിരുന്നു നിയമത്ത് സംഭവിച്ചാൽ അബദ്ധമൊന്നുമല്ല. വർഷങ്ങളായിട്ട് എന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ദശകളിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഒരു തവണയെങ്കിലും ജയിച്ചു പോകട്ടെ എന്നുള്ള തിരുവനന്തപുരംകാരുടെ അനുകമ്പ, അവരുടെ ആഗ്രഹം, അതെ അവരുടെ ദാനമാണ് ഈ പറയുന്ന നിയമത്തെ സീറ്റ് എന്നുള്ളത്. അത് ശിവൻകുട്ടി പൂട്ടിച്ചു. ഈ പറയുന്ന BJP ഇവിടെ ജയിച്ചതും തൃശ്ശൂർ ജയിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ്. കുറെ ആയിട്ട് വന്ന് നിൽക്കുന്നു. അയാൾ എന്തൊക്കെയാ കാണിക്കുന്നത്? ഒരു തവണയെങ്കിലും ജയിച്ചു നോക്കട്ടെ, എന്തെങ്കിലും മാറ്റം വരുമോ? തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുവാണ്. ഒരു മാറ്റവും വരില്ല. തൃശ്ശൂരിലെ ജനങ്ങൾ മനസ്സിലാക്കി, അത് കേരളം മുഴുവൻ മനസ്സിലാക്കി. എന്താ പറയുന്ന മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഒന്നും നടക്കാൻ പോകുന്നില്ല. കടലാമ സംരക്ഷണം, ഇവിടുത്തെ കടലാമയൊക്കെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും നമുക്കറിയാം. FCR ആക്ട് കൊണ്ടിരുന്നു. ആഷിക്കിന് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ NGO ഫണ്ട്, അതായത് ഇന്ത്യയിൽ മുഴുവൻ ഏകദേശം 16,000-ഓളം NGO അസോസിയേഷനുകളാണുള്ളത്. അതിൽ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന 22,000 കോടി രൂപ പ്രതിവർഷം. ഈ 22,000 കോടി രൂപ രാജ്യ നിർമ്മിതിക്കായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സമയത്ത്
FCRA ആക്ട് കൊണ്ടിരുന്നു. അങ്ങനെ ഒരു FCRA ആക്ട് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ NGOകൾ കണ്ടുകെട്ടുകയും ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്യും. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് NGOകളുടെ മേലേക്ക് ഒരു കടന്നുകയറ്റം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർ അതിനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പ്രധാനമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സമൂഹത്തെ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഒരു കൂരമ്പാണ് ഈ FCRA. അതെ, ഈ FCRA ആക്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള ഫണ്ടിന്റെ വരവ് തുലവും കുറയും എന്ന് മാത്രമല്ല പൂർണ്ണമായും അവസാനിക്കും. തീർച്ചയായും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു. അതിനിടയ്ക്കുള്ള ഈ K. സുരേന്ദ്രൻ പക്ഷത്തിന്റെ, രാജീവ് ചന്ദ്രശേഖർ വിരോധം, ശോഭാ സുരേന്ദ്രന്റെ നോട്ട് വിവാദം, അതുപോലെ തന്നെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ളിലൂടെ, നമുക്ക് പുറത്തറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് ഇവിടെ എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ തീർച്ചയായും രാജീവ് ചന്ദ്രശേഖർ ഒറ്റപ്പെടുത്തപ്പെടും, അയാൾ ആക്രമിക്കപ്പെടും, പാർട്ടി ഇവിടെ എന്താ പറയുന്നത് ഒരു അപ്രസക്തമാകും, ഒരു കുന്തമുനയിൽ ഇരുത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. എന്താണെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാതിരുന്നു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന് കൊള്ളാം, സംഭവിച്ചാലും രാജീവ് ചന്ദ്രശേഖരന് കൊള്ളും.